ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ സിമ്പിളായിട്ടുള്ളൊരു ചുരിദാർ പാൻസ് ആണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള അളവ് പാൻറ്റ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടത് 2.5 മീറ്റർ, അതില്ലെങ്കിൽ 2.25 മീറ്റർ വെച്ചിട്ട് നമുക്ക് ഈ ഒരു പാൻറ്റ് തയ്ക്കാം. അപ്പോൾ ഇങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ഇതിനെ ഞാൻ ഇതുപോലെ 4ആയിട്ട് മടക്കിയിട്ടുണ്ട്. ഇനി ഇവിടെയായിട്ട് 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാണ് മുകളിലായിട്ട്. അത് തുമ്പായിട്ട് നമുക്ക് അറ്റം വരെ മാർക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പാൻറ്റ് ഇതുപോലെ എടുക്കുക. ഇവിടുത്തെ ബെൽറ്റ് ലെങ്ത്ത് വരുന്നത് 6 ഇഞ്ചാണ്. പിന്നെ അതിന് താഴേക്കുള്ള പാൻറ്റിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 30 ഇഞ്ചാണ്. അപ്പോൾ ടോട്ടൽ പാൻറ്റിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 36 ഇഞ്ചാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഈ പാൻറ്റിൻ്റെ ലെങ്ത്ത് അതുപോലെ കണ്ടുപിടിക്കാം. ഇനി ഈ മാർക്ക് ചെയ്ത ഈ ലൈൻ്റെ താഴെ നിന്ന് 30 ഇഞ്ച് നമ്മൾ മുന്നേ കണ്ട ആ 30 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം. പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ്, അങ്ങനെ 31 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ബെൽറ്റ് നമ്മൾ സെപ്പറേറ്റ് ആണ് അറ്റാച്ച് ചെയ്യണത്. അത് മൈനസ് ചെയ്തിട്ടുള്ള അളവാണ് നമ്മളിവിടെ 31 മാർക്ക് ചെയ്യണത്. ഇനി ഇവിടുത്തെ വീതി വരുന്നത് 5.5 ഇഞ്ച് പ്ലസ് 1.5 ഇഞ്ച്, അപ്പോൾ 7 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി ഇവിടെ ഫ്ലീറ്റ്സ് ഇടാനുള്ള ഭാഗത്തെ വീതിയാണ് നോക്കണത്. അപ്പോൾ ഈ ടേപ്പ് എടുത്തിട്ട് ഈ ക്രച്ച്ലെത്തിൻ്റെ താഴെയായിട്ട് ഇതുപോലെ വയ്ക്കാം. എന്നിട്ട് ഈ തുണി ഇതുപോലെ വലിച്ച് പിടിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ വീതി കിട്ടുന്നത് 18 ഇഞ്ചാണ്. അതിവിടെ ഡയറക്റ്റ് 18 ഇഞ്ച് മാർക്ക് ചെയ്യുക. അടുത്തത് ക്രച്ച് ലെങ്ത് ആണ്. അപ്പോൾ ഇവിടെയായിട്ട് ടേപ്പ് വയ്ക്കാം. ഇവിടെ കിട്ടുന്നത് 11.5 ഇഞ്ചാണ്. അതായത് ഹിപ്പ് റൗണ്ടിൻ്റെ 4/1 പ്ലസ് 2 ഇഞ്ച്. അപ്പോൾ ഇവിടെ 38 ഇഞ്ചാണ് ഹിപ്പ് റൗണ്ട്, അതിന് 4/1 പ്ലസ് 2 ഇഞ്ച് ലൂസിന്. അപ്പോൾ നമുക്ക് 11.5 ഇഞ്ച് കിട്ടും. അതിവിടെ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പുറത്തേക്ക് ഒരു 2 ഇഞ്ച് എക്സ്ട്രാ നിങ്ങൾ എടുക്കണം. നിങ്ങൾക്ക് അവിടെ ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയാണ്. ഇവിടെ 2 ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതുപോലെ 2 ഇഞ്ചിലേക്ക് ആ ഷേപ്പ് മാർക്ക് കൊണ്ടുവരാം. ഇനി ഈ ക്രച്ചിൻ്റെ ഈ ഒരു ഭാഗവും താഴത്തെ ഒരു ഭാഗം കൂടി നമുക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഈ തയ്യൽ തുമ്പിൻ്റെ ആ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, അവിടെയായിട്ട് ടേപ്പ് വയ്ക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ നമ്മൾ ബെൽറ്റ് സെപ്പറേറ്റ് ആണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ പാൻറ്റിൻ്റെ ടോട്ടൽ ലെങ്ത്തിൽ നിന്ന് ബെൽറ്റ് ലെങ്ത്ത് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന അളവാണ് നമ്മൾ 30 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തത്. അപ്പോൾ ബിഗിനേഴ്സിന് സിമ്പിളായിട്ട് തയ്ച്ചു നോക്കാൻ പറ്റിയൊരു പാൻറ്റാണത്. ഇനി ഈ പാൻറ്റിൻ്റെ ഈ ഒരു ഭാഗം കൂടി വെട്ടിക്കൊടുക്കാം. ഇവിടെ നമ്മൾ പാൻറ്റ് സെപ്പറേറ്റ് ആണ് കേട്ടോ വയ്ക്കുന്നത്. ഇവിടുത്തെ ഹിപ്പ് റൗണ്ട് വരണത് 38 ഇഞ്ചാണ്. പ്ലസ് 2 ഇഞ്ച് കൂട്ടാം ലൂസിന് വേണ്ടി. അപ്പോൾ 40 ഇഞ്ച്. അപ്പോൾ 40 ഇഞ്ചിൻ്റെ പകുതി 20 ഇഞ്ചാണ് നമുക്കിവിടെ കിട്ടുന്നത്. കറക്റ്റ്. ഇനി ഇവിടെ ബെൽറ്റിൻ്റെ ലെങ്ത്ത് വരുന്നത് 6 ഇഞ്ചാണ് തയ്ച്ച ശേഷം അല്ലേ. ഇനി നമുക്കിവിടെ ചരടിടാനും വേണം, താഴേക്ക് ഫ്ലീറ്റ്സ് അറ്റാച്ച് ചെയ്യാനും വേണം. അപ്പോൾ ടോട്ടൽ 2 ഇഞ്ചാണ് നമുക്ക് എക്സ്ട്രാ വേണ്ടത്. അപ്പോൾ 6 ഇഞ്ച് പ്ലസ് 2 ഇഞ്ച് 8 ഇഞ്ച്, അതാണ് നമ്മുടെ ബെൽറ്റ് ലെങ്ത് ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ താഴേക്കുള്ള ഒരു തുണി ഉണ്ടായിരുന്നല്ലോ, അതാണ് നമ്മളിപ്പോൾ ഇവിടെ ബെൽറ്റിന് എടുക്കുന്നത്. അപ്പോൾ തുണി തികയാത്തതുകൊണ്ടാണ് നമ്മൾ ഇവിടുത്തെ വീതി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് ടോട്ടൽ വീതി 40 ഇഞ്ചാണ് കേട്ടോ. ഇത് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ തുണീനെ നമുക്കിതുപോലെ നല്ല വശം ചേർത്തിട്ട് ജോയിൻ ചെയ്തെടുക്കാം. ഇനി ഇവിടെ പാൻറ്റിനുള്ള ഫ്ലീറ്റ്സ് ഇടാം. അപ്പോൾ ഈ ക്രച്ചിൻ്റെ ഈ ഭാഗത്തു നിന്ന് ഒരു 5 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. അതിന് ശേഷമുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഫ്ലീറ്റ്സ് ഇടുന്നത്. നമുക്ക് ഫ്രണ്ടിൽ ഫ്ലീറ്റ്സ് വേണ്ടെങ്കിൽ ആ ഒരു ഭാഗം വിട്ടിട്ട് ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഇതുപോലെ ഒന്ന് കട്ടിങ് കൊടുക്കുക. അപ്പോൾ നമുക്ക് അവിടെ തുടങ്ങി ഇവിടെ വരെയുള്ള ഒരു ഫ്ലീറ്റ്സ് ഇടാനുള്ള ഒരു അളവ് കിട്ടും. ഇതിൻ്റെ ഇടയിലായിട്ടാണ് നമ്മൾ ഫ്ലീറ്റ്സ് ഇടുന്നത്. ഇപ്പം ഇവിടെ ഞാൻ ഇടുന്നത് ഫ്രണ്ട് മുതൽ സൈഡ് വരെ കിട്ടുന്ന രീതിയിലാണ്.
ഈ ഫ്ലീറ്റ്സ് ഇട്ട ശേഷം നമുക്ക് 20 ഇഞ്ചാണ് നമുക്ക് കിട്ടേണ്ടത്. അതായത് 40 ഇഞ്ചാണല്ലോ നമ്മുടെ ഹിപ്പ് റൗണ്ടായിട്ട് കണക്കാക്കിയത്. അപ്പോൾ ഒരു സൈഡ് 20 ഇഞ്ച് ഇതുപോലെ ചുരുക്കിട്ട ശേഷം കിട്ടും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഞാൻ ഫ്ലീറ്റ്സ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫ്ലീറ്റ്സ് ഇട്ട ശേഷം നമുക്കിവിടെ അളന്ന് നോക്കാം. 10.5 ഇഞ്ച്, അതായത് ഒരു 1/2 ഇഞ്ച് നമ്മളിവിടെ തയ്യൽ തുമ്പായിട്ട് വിടണം. അപ്പോൾ ടോട്ടൽ 20 ഇഞ്ച് കിട്ടും. അപ്പോൾ ഇവിടെ ക്രോച്ചിൻ്റെ ഭാഗം അറ്റാച്ച് ചെയ്യാനാണ്. അപ്പോൾ ഈ 2 പീസും ഇതുപോലെ ചുരുക്കിടാം. ഇവിടെ താഴേക്കുള്ള ലെങ്ത്ത് 30 ഇഞ്ചാണ്. അപ്പോൾ ബാക്കി ഭാഗം നമ്മൾ പട്ട വെച്ചിട്ട് അടിച്ചു കൊടുക്കാം. ഇവിടെയായിട്ട് പട്ട വെച്ചിട്ട് ഉള്ളിലായി മടക്കി നമുക്ക് തയ്ച്ചു കൊടുക്കാം. അപ്പോൾ ഈ 2 പാൻറ്റും നമ്മൾ ഇതുപോലെ വയ്ക്കാം. അപ്പോൾ ഒരു ഫ്ലീറ്റ്സ് ഈ ഒരു സൈഡിലേക്ക്, മറ്റ് ഫ്ലീറ്റ്സ് ഈ ഒരു സൈഡിലേക്ക്, എല്ലാം ഈ ഒരു സൈഡിലേക്ക് വേണം നമ്മൾ ഫ്ലീറ്റ്സ് ഇടാൻ. പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഫ്രണ്ട് ഭാഗം അതിൻ്റെ 2 പീസാണ്. ഇനി നമുക്കിതിൻ്റെ ക്രച്ച് എങ്ങനെ ജോയിൻ ചെയ്യണമെന്ന് നോക്കാം. ഇനി ഈ 2 പീസും ഇതുപോലെ ഒന്ന് നിവർത്തിയിടുക. എന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് ക്രച്ച്, ഈ 2 സൈഡ് ക്രച്ച് നമ്മൾ അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ വയ്ക്കുമ്പോൾ ഇതിൻ്റെ 2ൻ്റെയും നല്ല വശം ചേർത്തിട്ട് വയ്ക്കാം. എന്നിട്ട് നമുക്ക് അടിച്ചു കൊടുക്കാം. രണ്ട് സൈഡ് നമ്മൾ അടിച്ചു കഴിഞ്ഞു. ഇനി ഈ തുണീനെ ഇതുപോലെ വെച്ചിട്ട് നമുക്കത് സെൻറ്ററിലാക്കി ഇട്ട് കൊടുക്കാം. ഇനി ഇവിടുത്തെ ഈ ഭാഗം, സൈഡ് ഭാഗം അടിച്ചു കൊടുക്കുകയാണ്. അതൊരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലെ ഈ ക്രോച്ചിൻ്റെ ഈ ഒരു ഭാഗം കൂടി ചേർത്ത് അടിച്ചെടുക്കാം. അപ്പോൾ ഇതും അടിക്കുന്നത് നല്ല വശം ചേർത്തിട്ട് വേണം അടിക്കേണ്ടത്. ഇവിടെ 5.5 ഇഞ്ചിലാണ് നമ്മൾ താഴത്തെ കാലിൻ്റെ വീതി, അത് അടയാളപ്പെടുത്തിയിട്ട് അതുപോലെ ജോയിൻ ചെയ്യാം. ഇനി ഇവിടുത്തെ ബെൽറ്റ് എല്ലാം നമ്മൾ പീസുകൾ വെച്ചിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ വീതി വരുന്നത് 21.5 ഇഞ്ചാണ്. തയ്യൽ തുമ്പ് അടക്കമാണ്. ഇനി ആ 2 ഭാഗം നമുക്കൊന്ന് മടക്കി തയ്ക്കേണ്ടി വരും. അപ്പോൾ അതും കൂടി വിട്ടിട്ട് 21 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബെൽറ്റിൻ്റെ വീതി എന്ന് പറയുന്നത് ഹിപ്പ് റൗണ്ടാണ്, അതായത് 40 ഇഞ്ച്. ഓക്കെ, ഇതിൻ്റെ മുകളിൽ നിന്ന് 1.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അതുപോലെ മടക്കുക. ഇവിടെയാണ് നമ്മൾ ചരട് അല്ലെങ്കിൽ ഇലാസ്റ്റിക് ഇടുന്ന ഭാഗം. ഇതുപോലെ മടക്കിയിട്ട് നമ്മൾ അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആദ്യം ഒന്ന് മടക്കിയിട്ട് അതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ ഫ്ലീറ്റ്സ് ഇട്ട ശേഷം നമുക്ക് കിട്ടിയത് 20 ഇഞ്ച്. അപ്പോൾ ഫ്രണ്ടും ബാക്കും ഇടുമ്പോൾ 40 ഇഞ്ച്. ആ ഒരു അളവ് തന്നെയാണ് നമ്മളിപ്പോൾ ഇവിടുത്തെ ബെൽറ്റിൻ്റെ വീതിയായിട്ട് എടുക്കുന്നത്. ഇത് മടക്കി തയ്ച്ച് കഴിയുമ്പോൾ 40 ഇഞ്ച് തന്നെ കിട്ടും. ഇനി നമുക്ക് ഈ ബെൽറ്റ് എങ്ങനെ ജോയിൻ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഈ പാൻറ്റിൻ്റെ നല്ല വശം ഉണ്ടല്ലോ, അവിടെയായിട്ട് ഈ ബെൽറ്റിൻ്റെ നല്ല വശം ഇതുപോലെ ചേർത്ത് പിടിച്ചിട്ട് തയ്ച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ പാൻറ്റിന് ചുരുക്കൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അളന്ന് എപ്പോഴും നോക്കണം, കറക്റ്റായിട്ടുള്ള ഹിപ്പ് റൗണ്ടാണോ കിട്ടണേന്ന്. ആ ഒരു അളവ് തന്നെയായിരിക്കണം നമ്മൾ ബെൽറ്റിൻ്റെ വീതിയായിട്ട് എടുക്കേണ്ടത്. ഇനി നമുക്കിതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ബെൽറ്റിൻ്റെ നല്ല വശം ഇതിൻ്റെ നല്ല വശം ചേർത്തിട്ട് അടിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നമ്മളിവിടെ തയ്ച്ചു കഴിഞ്ഞു. ഇനി ഈ 2 ഭാഗം ഉണ്ടല്ലോ, ഇത് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ ചരട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നീളം വരണത് 26 ഇഞ്ചാണ്. ഇലാസ്റ്റിക്കാണ് എടുക്കണമെങ്കിൽ നിങ്ങളുടെ ഹിപ്പ് റൗണ്ടിനേക്കാളും 1 ഇഞ്ച് കുറച്ചിട്ട് എടുക്കുക, അല്ലെങ്കിൽ കറക്റ്റ് അളവിൽ എടുക്കാം. എന്നിട്ട് നമുക്കിത് ഈ ഒരു ഹോളിൽ കൂടെ ഇൻസേർട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ ഇവിടെ നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2.25 മീറ്റർ വെച്ചിട്ടാണ് ഈ ഒരു പാൻറ്റ് തയ്ച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് വേറെ പീസുകൾ വെച്ച് അറ്റാച്ച് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ 2.5 മീറ്റർ എടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ബെൽറ്റ് കിട്ടും. ഇപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു സൽവാർ പാൻറ്റ് എങ്ങനെ തയ്ക്കണമെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടവരെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.